നമസ്കാരം. അധികാരത്തിലേറി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുടെ കയ്യടി വാങ്ങിയ ഒരു വ്യക്തിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ വി രാജേഷ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആ കോർപ്പറേഷൻ പരിധിയിൽ സാധ്യമാക്കി. തെരുവുനായ നിയന്ത്രണമാണെങ്കിലും വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും അനധികൃത കെട്ടിടങ്ങളാണെങ്കിലും അനധികൃത കച്ചവടങ്ങളാണെങ്കിലും ഫുട്പാത്തിലുള്ള കച്ചവടങ്ങളാണെങ്കിലും അതിനൊക്കെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി തിരുവനന്തപുരത്തുകാരുടെ കണ്ണിലുണ്ണിയായി പെട്ടെന്ന് മാറിയ വ്യക്തിയാണ് വി രാജേഷ്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മന്ത്രി ചെന്ന് അമേരിക്കയിൽ കുറെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ശക്തിയിലാണ് അദ്ദേഹം ഒരു കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ അവിടെ ചെന്ന് കാര്യങ്ങൾ സാധിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, AI കാലഘട്ടമാണിത്, നിർമ്മിത ബുദ്ധിയുടെ ഒക്കെ കാലഘട്ടമാണ്. നമുക്ക് അതിൽ ഒരുപാട് വികസനങ്ങൾ വേണ്ടിയിരിക്കുന്നു. ആ AI മേഖലയുടെയൊക്കെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിനായി അദ്ദേഹം അമേരിക്കയിലെ മിസോറി സിറ്റിയുമായി, അവിടുത്തെ മേയറുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. മിസോറി സിറ്റിയുമായി തിരുവനന്തപുരം നഗരം സഹോദര നഗരബന്ധം സ്ഥാപിക്കുന്ന കാര്യങ്ങൾക്കുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ പൂർത്തിയായി. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ സാധിച്ചു എന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ്. കാരണം ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് പിണറായി വിജയൻ ഒരുപാട് പ്രാവശ്യം അമേരിക്കയ്ക്ക് പോയിട്ടുണ്ട്. സ്വന്തം കുടുംബവുമായിട്ടും അല്ലാതെയും ഒക്കെ പോയിട്ടുണ്ട്. എന്തൊക്കെയോ പദ്ധതികൾ പഠിക്കാൻ പോകുന്നു, എന്തൊക്കെയോ വാങ്ങി എടുത്തുകൊണ്ട് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു പോയിട്ട് നാടിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ആ പദ്ധതികളൊന്നും കൊണ്ട് നാടിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല, ദോഷമുണ്ടായത് മാത്രമാണ് മിച്ചം. പക്ഷേ ആ വി രാജേഷ് എന്ന വ്യക്തി ഒറ്റയ്ക്ക് ചെന്നിട്ട് ഒരു മേയർ എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തിന് അധികാരമുള്ളത്, പദവിയുള്ളത്. എന്നിട്ടും എന്തൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹം നൂതനമായിട്ടുള്ള പദ്ധതികളെ കുറിച്ച് അവിടെ ആലോചനയിൽ ഏർപ്പെട്ടത്. തെരുവുനായ നിയന്ത്രണമാണെങ്കിലും അവിടെ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന രീതിയാണെങ്കിലും വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ട് അത് പഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചു. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ കയറുമ്പോൾ, അർഹതപ്പെട്ട ആളുകൾ കയറുമ്പോൾ ഇങ്ങനെയുള്ള നല്ല മാറ്റങ്ങൾ നാടിനുണ്ടാവും. ഇനിയും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിനാകട്ടെ. നിക്ഷേപ അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു മേയറെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് അതിശയം തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരെ അവിടെ നടന്നു എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവർക്കും പഠിക്കാനുണ്ട്, നേടിയെടുക്കാനുണ്ട്. അവിടെ നിന്ന് തിരിച്ചും നമുക്കത് ആവശ്യമാണ്. അങ്ങനെ ഒരു പരസ്പര സാഹോദര്യ ബന്ധത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് അമേരിക്കയിലെ മിസോറി സിറ്റിയും തിരുവനന്തപുരവും തമ്മിൽ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. മാലിന്യ സംസ്കരണത്തിലും പുനരുപയോഗത്തിലുമൊക്കെ മിസോറി സിറ്റി ഒരുപാട് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ വിജയത്തിലെത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് പഠിക്കാൻ, ആ രീതിയൊക്കെ കണ്ട് നമുക്കും ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം മേയർ ശ്രീ വി രാജേഷിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ശുചിത്വ പാലനമാണ്, അല്ലെ? അവിടുത്തെ മാലിന്യ സംസ്കരണമൊക്കെ തന്നെയാണ്. അതിനെയൊക്കെ സംബന്ധിച്ച് ഒരു വലിയ സിറ്റിയിൽ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുന്നു എന്നത് നിസ്സാര കാര്യമല്ല. വെറുതെ ഇവിടുത്തെ പൈസയും ചെലവാക്കി കോട്ടും സ്യൂട്ടും ഇട്ട് അവിടെ ചെന്ന് ടൂർ അടിക്കാൻ പോകാതെ ഇങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുമ്പോഴാണ് നമുക്കും ഒരു അഭിമാനം തോന്നുന്നത്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ ഒരു രൂപ പോലും എടുക്കാതെയാണ് പൂർണ്ണമായിട്ടും അവിടെ നിന്നുള്ള ഫണ്ടിങ്ങിൽ തന്നെയാണ് പ്രവാസി മലയാളികളായിട്ടുള്ള ആളുകളുടെ ഫണ്ടിങ്ങിൽ തന്നെയാണ് ഈ വി രാജേഷ് അവിടെ സന്ദർശനം നടത്തിയിരിക്കുന്നത്. അങ്ങനെ സർക്കാരിന് ഇവിടെ ഒരു ചെലവ് പോലുമില്ല. പക്ഷേ എന്തൊക്കെ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കണമെങ്കിലും അതിനെല്ലാം സംസ്ഥാന സർക്കാരിന്റെ സഹകരണം ആവശ്യമാണ്. സർക്കാർ എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ശ്രീ വി രാജേഷ് പറയുന്നത്. അതിലും ഏറെ സന്തോഷമുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ അമേരിക്കയിലെ മിസോറി സിറ്റിയിലുള്ള ഔദ്യോഗിക സംഘം ഇവിടെ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തും. അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും. നമ്മളിൽ നിന്ന് പഠിക്കാനുള്ളത് അവർ പഠിച്ചെടുക്കും. ഇതൊക്കെ നല്ല കാഴ്ചകളല്ലേ? നാടിന് പ്രതീക്ഷ തരുന്ന കാഴ്ചകളല്ലേ? തിരുവനന്തപുരം നഗരവും അമേരിക്കയിലെ പ്രധാന നഗരങ്ങളും തമ്മിലൊരു സഹോദര ബന്ധമുണ്ടാക്കുക, വളരെ നല്ല ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഔദ്യോഗിക പദവിയിൽ കയറിയതിനു ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സന്ദർശനം അദ്ദേഹം നടത്തിയത്. ആദ്യ സന്ദർശനത്തിൽ തന്നെ നാടിന് ഇത്രയും പ്രയോജനമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചല്ലോ. അതുമാത്രമല്ല, അദ്ദേഹം അവരോട് നടത്തിയ ആശയവിനിമയം എത്ര നല്ല വ്യക്തമായിട്ടാണ്, നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അത് കണ്ടപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് അഭിമാനം തോന്നി. കാരണം ഇവിടെ ചിലരൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് കിടന്ന് വെറുതെ കോട്ടും സ്യൂട്ടും മാത്രമേ കാണുള്ളൂ, അവരുമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഒരു ഇടനിലക്കാരനെ വെച്ചുകൊണ്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഷ്ഠി കാണിക്കുന്നതല്ലാതെ എന്താണ് നടക്കുന്നതെന്ന് പോലും ഒരു പിടിയുമില്ലാതെ ഇവിടെ തിരിച്ച് ഫ്ലൈറ്റ് കയറി വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെയൊക്കെ അപേക്ഷിച്ച് എത്രയോ മുകളിലാണ് ശ്രീ വി രാജേഷ് നിൽക്കുന്നത്. ഇതുപോലെ ഒരുപാട് നല്ല നാടിന് പ്രയോജനപ്രദമാകുന്ന പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ
മുന്നോട്ട് പോകാൻ താങ്കൾക്ക് എല്ലാ ആയുസ്സും ആരോഗ്യവും ലഭിക്കട്ടെ. ഒരുപാട് പ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരം സിറ്റി നിങ്ങളെ കാത്തിരിക്കുന്നത്, നിങ്ങളെ നോക്കിക്കാണുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടായി. ഏതായാലും നമ്മുടെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയില്ലല്ലോ, പറ്റിയ ആളെ തന്നെയാണ് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി പോലും ആകാനുള്ള ഒരു കപ്പാസിറ്റി മേയർ രാജേഷിനുണ്ട് എന്ന രീതിയിൽ പോലുമുള്ള കമന്റുകൾ ആളുകളിൽ നിന്ന് വരുന്നുണ്ട്. ഓരോരുത്തരുടെയും കഴിവാണെന്ന് ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വാങ്ങിച്ചെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ ഇടുന്നത്. അതിൽ പ്രതിപക്ഷ പാർട്ടികളാരും ബുദ്ധിമുട്ട് കാണിച്ചിട്ടും കാര്യമില്ല. നമ്മൾ രാഷ്ട്രീയം നോക്കാതെ മനുഷ്യരെ വിലയിരുത്താൻ പഠിക്കണം, പ്രത്യേകിച്ച് നേതാക്കളെ വിലയിരുത്താൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നാടിനൊരു പുരോഗതി ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിൽ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുക, എതിർ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിൽ അവരെത്ര നല്ല കാര്യങ്ങളും ചെയ്താലും അവരെ വിമർശിക്കുക എന്നുള്ള രീതി നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ ഞാനിത് പറഞ്ഞു വന്ന സമയത്ത് പറയുകയാണ്, ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായി 7 ദിവസം പിന്നിട്ടു. ജോൺ എന്ന വ്യക്തി, വള്ളം മറിഞ്ഞ് കാണാതായ വ്യക്തി, അദ്ദേഹത്തിന്റെ മകൾ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്നത് കണ്ടു. റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് അവരുടെ ബൈറ്റ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെതിരെ വെറുതെ സംസാരിക്കുകയാണ്. സർക്കാരിനെ കൊണ്ട് കഴിയാവുന്ന, നമ്മുടെ പരിധിയിൽ നിന്ന് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അതിന് വേണ്ട സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ഉണ്ട് അതെല്ലാം ഇവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അയാളുടെ മകൾ, ഈ കാണാതായ ആളുടെ ജോണിന്റെ മകൾ പറയുന്നത് കേട്ടു, അർജുൻ രക്ഷാദൗത്യത്തിന് എല്ലാവരും അവിടെ കൂടിയല്ലോ, എല്ലാവരും പ്രയത്നിച്ചല്ലോ, എത്രയോ ദിവസം അവിടെ എല്ലാവരും മെനക്കെട്ടു, അതുപോലെ ഇതും ഒരു ജീവനല്ലേ എന്നൊക്കെ പറയുന്നത് കേട്ടു. കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളി ആയിട്ടുള്ള ഒരാൾ ഈ ലോകത്ത് എവിടെ ഒരു അപകടത്തിൽപ്പെട്ടാലും നമുക്ക് എല്ലാവർക്കും അത് ഒരുപോലെയാണ്. ഇന്നയാള് ഒരു മത്സ്യത്തൊഴിലാളി, അല്ലാത്ത ആൾ എന്നൊന്നും നമുക്കൊരു ഭേദവുമില്ല. ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന ആളുകളാണ് മത്സ്യത്തൊഴിലാളികൾ. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴൊക്കെ ആണെങ്കിലും സ്വന്തം ജീവൻ പോലും നോക്കാതെ, സ്വന്തം രക്ഷ പോലും നോക്കാതെ അവരൊക്കെ അവരുടെ വള്ളങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം ബഹുമാനവും കടപ്പാടും അവരോടൊക്കെ കേരള ജനതയ്ക്കുണ്ട്. അതൊന്നും ഇല്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ രാഷ്ട്രീയം പറയാനുള്ള സമയമല്ല ഇത്. രാഷ്ട്രീയമായിട്ട് എതിർപ്പാണ് എന്ന് കരുതി ഒരാളെ അങ്ങേയറ്റം മോശമാക്കി ചിത്രീകരിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ശ്രീ വി രാജേഷിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല നല്ല പരിപാടികളുമായിട്ട്, നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.